ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും BSc പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററാണ്. ന്യൂ സിലബസ് പ്രകാരമുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 9ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽസ് ഇതിനു മുമ്പ് കാണാതെ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ തുല്യതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. തുല്യത. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഫസ്റ്റിലെ തന്നിരിക്കുന്നതിന് ഒരു പൊതുവിതരണ കേന്ദ്രം, ഒരു റേഷൻ കടയിലെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു കുട്ടിയുടെ സംശയമാണ് കേട്ടോ, നമുക്കും സംശയമുണ്ടല്ലോ. എന്താണ്, മുത്തച്ഛ, എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളത്? അപ്പോൾ നമുക്കറിയാം, ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളത്, അല്ലേ? അപ്പോൾ അത് എന്താണ്, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അടുത്ത ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത്? അതിന് നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടുകാരുടെയും ചിന്തകളുടെ വിശദീകരണം. അപ്പോൾ ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നില്ലേ? അപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ നീനുവിൻ്റെ കുടുംബം, നമ്മൾ പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഫസ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നീനു എന്ന് പറയുന്നത് ഗ്രാമത്തിൽ, നീനുവും അതുപോലെ വിക്കിയും ഇവർ പീലിയുടെ ഗ്രാമത്തിൽ പോയി ആ ഒരു കഥയൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അപ്പോൾ ഇവിടെ നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ്സുകൾ, അപ്പോൾ ഏതൊക്കെ വരുമാന സ്രോതസ്സുകളാണ് നീനുവിനുള്ളത്? അതുപോലെ വിക്കിയുടെ വരുമാന സ്രോതസ്സുകൾ, വിക്കിയുടെ വിക്കി ബിസിനസ് ഉണ്ട്, അതുപോലെ ജോലിയൊക്കെയുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇനി നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ്സാണെങ്കിലോ പാട്ടം, കൃഷി, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ, ഗ്രാമപ്രദേശവും അതുപോലെ നഗരവും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്രാമപ്രദേശത്തിൽ ജീവിക്കുന്നവരെക്കാൾ വരുമാനം കൂടുതൽ നഗരപ്രദേശങ്ങളിൽ ബിസിനസ് ഉള്ളവർക്കും ജോലിയുള്ളവർക്കും ഒക്കെ ഉണ്ടായിരിക്കും. ഇനി രണ്ട് കുടുംബത്തിൻ്റെയും മാസ വരുമാനത്തിൻ്റെ ഏകദേശ കണക്കാണ് ചുവടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ വിക്കിയുടെ മാസ വരുമാനം, നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ എന്താണ്, 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് വിക്കിയുടെ മാസ വരുമാനം എന്ന് പറയുന്നത്. ഇനി നീനുവാണെങ്കിലോ 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ് നീനുവിൻ്റെ മാസ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനം ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേ? അപ്പോൾ ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാന കണക്കാണ് നമ്മുടെ പട്ടികയിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം എന്താണ്, കുടുംബവും അവരുടെ മാസ വരുമാനവും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ളവരുണ്ട്, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലുള്ളവരുണ്ട്, 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലുള്ളവരുണ്ട്. അങ്ങനെ എന്താണ്, 25,000-നും 50,000-നും ഇടയിൽ മാസ വരുമാനമുള്ളവരുണ്ട്, അതുപോലെ 10,000-നും 25,000-നും ഇടയിൽ മാസ വരുമാനം. ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ പട്ടികയായിട്ട് തിരിച്ചിട്ടുണ്ട്. കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ എന്താണ് കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ? നമുക്കറിയാം, തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം, ഇതൊക്കെ എന്താണ്, കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങളാണ്. ഇനി തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ഇവിടെ ഒരു ദിവസേന നിത്യജോലിയിൽ ഏർപ്പെടുന്ന ഒരാളും ഒരു അധ്യാപികയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ രണ്ടിലും നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും കൂലി കൂടുതലെന്ന് പറയുന്നത്? അപ്പോൾ ഒരു അധ്യാപികയുടെ വരുമാനമായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ തൊഴിൽ ചുമടെടുക്കുന്ന ആൾ ഉണ്ട്, അതുപോലെ പച്ചക്കറികൾ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ചിത്രങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും തൊഴിലുകൾ വ്യത്യാസമാണ്, അവരുടെ വരുമാന സ്രോതസ്സുകളും വ്യത്യാസമായിരിക്കും.
ഇനി വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ കുടുംബ വരുമാനം എന്ത് ചെയ്യുന്നത് വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ബാങ്ക് നിക്ഷേപമുണ്ട്, ഓഹരി നിക്ഷേപമുണ്ട്, ആസ്തികൾ എന്നിവയൊക്കെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നു. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് എന്ത് ചെയ്യും? വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. അതാണ് വരുമാന സ്രോതസ്സിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഇനി തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായിട്ടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പം നമ്മുടെ സാമ്പത്തിക അസമത്വത്തിനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വമാണ് സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണം. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. ഇനി എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വ്യക്തികൾ അഥവാ സംഘടനകൾക്കിടയിൽ എന്താണ്? അവരുടെ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ സാമ്പത്തിക അസമത്വം എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസത്തിൽ അസമത്വം ഉണ്ടാക്കുന്നു, തൊഴിലിൽ അസമത്വം ഉണ്ടാകുന്നു, ആരോഗ്യ സംരക്ഷണം, അതുപോലെ രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ സർക്കാർ സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യാവസ്ഥയിലൊക്കെയുള്ള ആളുകൾക്ക് കൂടുതൽ സൗജന്യമായിട്ട് അവർക്ക് ആഹാര സാധനങ്ങൾ ഒക്കെ നൽകുന്നു. അങ്ങനെയൊക്കെ സർക്കാർ കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. അങ്ങനെ കുറേ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സർക്കാർ നൽകുന്നുണ്ട്. ഇനി സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത്? അപ്പോൾ നമുക്കറിയാം സാമ്പത്തിക അസമത്വം മാത്രമല്ല എന്താണ് നമ്മുടെ സമൂഹത്തിൽ പണ്ട് കാലത്ത് ഉള്ള ഒരുപാട് അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തത് മിശ്രഭോജനം. അപ്പോൾ നമുക്ക് നോക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് അസമത്വങ്ങൾ സമരങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ വിവേചനം അവസാനിപ്പിക്കുന്നതിനുള്ള സമരങ്ങളൊക്കെ നടന്നിരുന്നു. അങ്ങനെ അയ്യാ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഒരു സമാജമാണ് സമത്വ സമാജം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സമപന്തി ഭോജനം ആര് നടത്തിയെന്ന് ചോദിച്ചാൽ അതാരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ്? സമത്വ സമാജം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പം മിശ്രഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എന്നാ ഈ മിശ്രഭോജനം നടത്തിയത്? 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ്. സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരാണ് ആര്? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം നടത്തിയ
ഭോജനമാണ് മിശ്ര ഭോജനം എന്ന് പറയുന്നത്. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ ഇത് മിശ്ര ഭോജനം എന്ന് പറയുന്നത്. അപ്പം മിശ്ര ഭോജനം ആരുടേത്? സഹോദരൻ അയ്യപ്പൻ്റെത്. സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മേൽമുണ്ട് സമരത്തെക്കുറിച്ചാണ്. വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണ്? വസ്ത്രാവകാശത്തിന് വേണ്ടി, വസ്ത്രധാരണയ്ക്ക് വേണ്ടി. അവർക്ക് വസ്ത്രം മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ല. അപ്പോൾ അതിനു വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ജാതീയമായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി നമ്മൾ പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. അപ്പോൾ സൗജന്യമായിട്ട് 4-ാം ക്ലാസ് വരെ തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നൽകിയിരുന്നു 19-ാം നൂറ്റാണ്ടിൽ. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും സർക്കാർ അനുമതി നൽകിയെങ്കിലും എന്ത് ചെയ്തു? ഈ മേൽജാതിക്കാരിൽ എന്ത് ചെയ്തില്ല? കീഴ്ജാതിക്കാർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന് പേരുള്ള ദളിത് ബാലികയുടെ കൈയും പിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ ആരാവശ്യപ്പെട്ടു? അയ്യങ്കാളി ആവശ്യപ്പെട്ടു. അപ്പോൾ പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതമായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. അപ്പോൾ കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നു. അപ്പോൾ അതാണ് അയ്യങ്കാളി സ്മാരക സ്കൂൾ എന്ന് പറയുന്നത്. ഇത് ഊരൂട്ടമ്പലം ലഹള എന്നുകൂടി അറിയപ്പെടുന്നത് ഈ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂള് മായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചത്? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വിദ്യാഭ്യാസത്തിലുള്ള അസമത്വം നമ്മൾ പറഞ്ഞു, എന്താണ് വസ്ത്രധാരണത്തിലുള്ള അസമത്വം പറഞ്ഞു, ഭോജനത്തിലുള്ള അതായത് ആഹാരം ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള ആ ഒരു അസമത്വം പറഞ്ഞു, ഇനി ആളുകൾക്കിടയിലുള്ള അസമത്വമൊക്കെ നമ്മളിവിടെ പറഞ്ഞു. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ല. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സാമൂഹിക അസമത്വം. പദവികൾ, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥയെ നമ്മൾ എന്തെന്ന് പറയുന്നു? സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ഒരു പദവി അല്ലെങ്കിൽ ഒരു അവകാശം അല്ലെങ്കിൽ ആളുകളുടെ അവസരം ഇതൊക്കെ നിഷേധിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ സാമൂഹിക അസമത്വം ഉണ്ടാകുന്നത്. ഇനി സാമൂഹിക അസമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സാമൂഹിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിനുള്ളിൽ നമ്മൾ നൽകുന്ന വിഭവങ്ങൾ, അവരുടെ അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിലും ആരോഗ്യപരിപാലനത്തിലും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. അപ്പോൾ സാമൂഹിക അസമത്വം ഏതൊക്കെ മേഖലകളിലുണ്ട്? രാഷ്ട്രീയ മേഖലയിലുണ്ട്, അതുപോലെ ലിംഗം, വംശം, ജാതി, ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ മേഖലകളിലും എന്തുണ്ട്? ഈ ഒരു സാമൂഹിക അസമത്വം കാണാം. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പോൾ സർക്കാർ എന്തൊക്കെ നൽകുന്നു? ഈ സാമൂഹിക അസമത്വം മാറ്റുന്നതിന് വേണ്ടി തുല്യത നൽകുന്നു, നീതി, തുല്യ അവസരങ്ങൾ ഇതൊക്കെ നൽകുന്നുണ്ട്.
ഇനി എന്തുകൊണ്ടാണ് ചില സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്, സാമൂഹ്യ അസമത്തിനിടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമൂഹ്യ അസമത്വത്തിനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നാമത്തത് സാമ്പത്തിക അസമത്വം തന്നെയാണ്. സാമ്പത്തിക അസമത്വം, അപ്പോൾ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം, ഇതൊക്കെ എന്താണ്, സാമ്പത്തിക അസമത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി വിദ്യാഭ്യാസ അസമത്വം എന്ന് പറയുമ്പോൾ എന്താണ്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ, ഇതൊക്കെ വിദ്യാഭ്യാസ അസമത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി സാമൂഹിക ഘടനകൾക്കുള്ളിലുള്ള അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനമാണ് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വവും എന്തിന് കാരണമാണ്, സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വത്തിന് കാരണമാണ്. ഇനി ഭൂമിശാസ്ത്രപരമായ അസമാനതകളുണ്ട്. എന്തൊക്കെയാണ്, ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾക്ക് കാരണമാണ്. ചരിത്രപരമായ ഘടകങ്ങളുണ്ട്, കോളനിവൽക്കരണം, അതുപോലെ അടിമത്തം, അടിച്ചമർത്തലുകൾ മുതലായവയും ചരിത്രപരമായ ഘടകങ്ങൾക്ക് കാരണമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമൂഹ്യപരമായ അസമത്വത്തിന് കാരണമെന്ന് പറയുന്നത്. ഇനി ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്ന അവൾ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്കറിയാം അത് ഒരു എന്താണ്, സാമൂഹികമായ അസമത്വം അല്ലെങ്കിൽ സാമ്പത്തികമായ അസമത്വമാണ്. ആകാശം കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നതിന് പ്രയാസമാണ്. അപ്പോൾ മലയോര മേഖലകളിൽ നമുക്കറിയാം ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ അല്ലെങ്കിൽ സൗകര്യമുള്ള സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ശാന്തിയുടെയും ആകാശിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നത്. അപ്പോൾ സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് എപ്പോഴെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അപ്പോൾ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ്? അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്തൊക്കെയാണത്? ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആ പദ്ധതികളാണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തതാണ് ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഏത്? ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇത് കിട്ടുന്നത്? മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇനി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ്? കർഷക തൊഴിലാളി പെൻഷനുകൾ, വാർദ്ധക്യകാല പെൻഷനുകൾ, അതുപോലെ വിധവാ പെൻഷനുകൾ, പിന്നെന്താണ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ. ഇതൊക്കെ എന്താണ് നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ തരത്തിലുള്ള പെൻഷനുകളാണ്. ഇനി അടുത്തെന്താണ്? സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട്. എങ്ങനെയാ? വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ്? പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അപ്പോൾ താഴ്ന്ന വരുമാനമുള്ള ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിലുള്ള വിദ്യാർത്ഥികൾക്ക്, ക്രിസ്ത്യൻ, മുസ്ലിം, നാടാർ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ്, ഇതൊക്കെ നമ്മുടെ സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകളാണ്.
ഇനി വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായി ഉയർത്താനും പിന്നാക്കാവസ്ഥ പരിഹരിക്കാനും അസമത്വം കുറയ്ക്കാനും സഹായിക്കുന്ന പുതിയ അവസരങ്ങളും പദ്ധതികളും കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സാമൂഹ്യ സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റേതെല്ലാം പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക അസമത്വം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോറുകൾ, നീതി സ്റ്റോറുകൾ. ഇതൊക്കെ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാനായിട്ട് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന സെൻ്ററുകൾ ഏതൊക്കെയാണ്? നമ്മുടെ മാവേലി സ്റ്റോറുണ്ട്, പൊതുവിതരണ കേന്ദ്രമുണ്ട്, നീതി സ്റ്റോറുകൾ ഒക്കെ സർക്കാർ സബ്സിഡിയോടെ സാധനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ്. ഇനി സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പരോക്ഷ സബ്സിഡി ഉണ്ട്. എന്താണ് പരോക്ഷ സബ്സിഡി എന്ന് പറഞ്ഞാൽ? നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക, ഇതൊക്കെ പരോക്ഷ സബ്സിഡിയാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ചില പദ്ധതികളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഏതാണ്? അതിലൊന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഏത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന കുടുംബത്തിനാണ് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ, അവർക്ക് ഏത് വിദഗ്ധമൊന്നും വേണ്ട, ഏത് ഒരു കായിക തൊഴിലിൽ അവർക്ക് ശാരീരിക ആരോഗ്യം മാത്രം മതി. അപ്പോൾ കായിക തൊഴിലിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഏത്? നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. എന്താണെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അല്ലെങ്കിൽ ലൈഫ് മിഷന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? തീരമൈത്രിയാണ്. തീരമൈത്രി പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭകരുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ ആ ഒരു പദ്ധതിയാണ് തീരമൈത്രി. അപ്പോൾ തീരമൈത്രി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലുള്ള വനിതകൾക്കുള്ള നൽകുന്ന പദ്ധതിയാണ്. ആ വനിതകളാണ് അവിടുത്തെ സംരംഭകരായിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവരെ എത്തിക്കുക എന്നതാണ് ഈ ഒരു ചെറുകിട തൊഴിൽ വികസന പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ എന്ത് ചെയ്യുന്നു? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ഇനി കൈവല്യ പദ്ധതിയുണ്ട്. കൈവല്യ പദ്ധതിയുടെ പ്രത്യേകത എന്താണ്?
ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം, അവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ അവസര തുല്യതയ്ക്കും സാമൂഹിക ഉൾച്ചേർക്കലിനും വേണ്ടിയിട്ട് നമ്മുടെ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അതാണ് കൈവല്യ. അടുത്ത് വരുന്ന ഒരു പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് ഏത്? വിദ്യാവാഹിനി. പേരിൽ തന്നെയുണ്ട്, വിദ്യാർത്ഥികൾക്ക് വാഹനം കൊടുക്കുന്ന പദ്ധതി വിദ്യാവാഹിനി, സ്കൂളിൽ പോയി വരാനായിട്ട്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുക? സ്കൂളിൽ പോയി പഠിക്കുക. അപ്പോൾ എന്താണ്? സ്കൂളിലെ കൊഴിഞ്ഞുപോക്ക് തടയാം. ആ ഒരു ലക്ഷ്യത്തോടെ നടക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്. ഇനിയുണ്ട് എന്താണ്? ജനനി ജന്മരക്ഷാ പദ്ധതി. എന്താ ജനനി ജന്മരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികളും അമ്മമാർക്കും അവർക്ക് എന്ത് നൽകുക? പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത്. ഇനി പ്രതിഭാതീരം പദ്ധതിയുണ്ട്. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. തീരം എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കുക, തീരപ്രദേശമാണ് പ്രതിഭാതീരം. അവിടുത്തെ വിദ്യാഭ്യാസ കുട്ടികളുടെ പ്രതിഭകളാക്കി മാറ്റുക. അപ്പോൾ പ്രതിഭാതീരം, തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. ഇനി അടുത്തൊരു പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. എന്തായി ഗോത്രബന്ധു എന്ന് പറഞ്ഞാൽ? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, അതുപോലെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. അപ്പോൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ എന്താണ് വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം അവർ എന്താണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പം അവർക്ക് മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഗോത്രഭാഷയിലും മലയാളത്തിലും ഒക്കെ പരിജ്ഞാനമുള്ള യോഗ്യരായ അധ്യാപകരെ ഗോത്ര വിഭാഗത്തിലെ പ്രൈമറി സ്കൂളുകൾ എന്ത് ചെയ്യുക? നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. ഇനി ഇവിടെ ചില പദ്ധതികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 100 ദിവസത്തെ തൊഴിലാണ് നൽകുന്നത്. സ്വയം തൊഴിൽ, അവരുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പം അവിടെ നമുക്ക് വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, വീടോ വസ്തുവോ ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്, അവിടെ വീട് ലഭ്യമാക്കുന്നു. ഇനി വിദ്യാവാഹിനി നമ്മൾ പറഞ്ഞു, എന്താണ്? ഗോത്ര സമൂഹത്തിൽപ്പെട്ട കുട്ടികളെ എന്ത് ചെയ്യുക? സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്ന ആ ഒരു സംവിധാനമാണ് വിദ്യാവാഹിനി. ഇനി തീരമൈത്രി നമ്മൾ പറഞ്ഞു, വനിതാ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സേവനമാണ്. അവിടെ എന്ത് ചെയ്യുക? തീരദേശത്തെ വനിതകളിൽ സാമ്പത്തിക സാമൂഹിക സമത്വം, അതായത് അവരെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തീരമൈത്രി. ഇനി കൈവല്യ നമ്മൾ പറഞ്ഞു. കൈവല്യ പദ്ധതി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ അവസര സമത്വം നൽകിക്കൊണ്ടുള്ള, അവസര തുല്യത നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഏത്? ഭിന്നശേഷിക്കാർക്കാണ് ഇത് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയാണ് ഏത്? കൈവല്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികളെന്ന് പറയുന്നത്. ഇനി സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ്? വളരുന്ന കേരളം, വളർത്തിയവർക്ക് ആദരം, അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുവെന്നാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ്? അതുപോലെ
ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ അസമത്വങ്ങളൊക്കെ എന്താണ്? ഭൂമിശാസ്ത്രപരമായും അതുപോലെ ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഒക്കെ അസമത്വങ്ങൾ ഉണ്ടായാൽ അത് നമുക്ക് സാമൂഹ്യ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കും. ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ആ പദ്ധതികളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് ആ അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഈ ഒരു സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളും അതിന് കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്